ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് CPM ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അപ്പം ഓഫ് റോഡ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഇന്ന് നമ്മൾ ഓഫ് റോഡാണ് ഗൈസ് പോകുന്നത്. നമ്മുടെ അവിടെ ഇവിടെ മച്ചാനുണ്ട് കേട്ടോ. ഈ മച്ചാന് അതോടെ പോയി കിടക്കുക. ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് നമ്മുടെ ഇവിടെ മച്ചാനെ തപ്പിയിട്ട് വരാം. ഇന്നെന്തായാലും ഗൈസ് നമ്മൾ ആവശ്യമില്ലാത്ത ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ ചെയ്തപ്പം ഇതിൻ്റെ സൗണ്ട് ഫോണിൻ്റെ നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിയുമ്പോൾ ഒരു സൗണ്ട് വന്നിട്ടുണ്ടായി. അതൊക്കെ ഇപ്രാവശ്യം ഇല്ലാണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കുന്നതാണ്. പിന്നെ നല്ല ജലദോഷം ഉണ്ടായിരുന്നു, അതും നമ്മളിന്ന് ഒഴിവാക്കി. ജലദോഷം ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മച്ചാനെ വാ. ഈടം മച്ചാൻ വരാൻ വേണ്ടി നോക്കണം. വണ്ടി കൊണ്ടുപോയി മച്ചാനെ. എൻ്റെ വണ്ടി വലിയുന്നില്ല. മച്ചാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാ. മച്ചാൻ വണ്ടി എന്തിനാ മച്ചാനെ? മച്ചാൻ വണ്ടി മാറ്റി. മച്ചാൻ വണ്ടി ഇറങ്ങി. ഞാൻ വണ്ടി മാറ്റി. അയ്യോ, മച്ചൻ താഴെ പോയ. ഒരു മിനിറ്റ് മച്ചാനെ, നമ്മളെ വണ്ടിക്ക് എന്തോ ഇപ്പൊ ശരി. മച്ചാനെ എനിക്കൊന്ന് വണ്ടി മച്ചാനെ. ഡ്രിഫ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം ശരി. എനിക്കൊന്ന് വണ്ടി വരും തരാ മച്ചാനെ. മച്ചാൻ എന്താ പേടിയണ്ട? നമ്മൾ തരില്ലേ? ഓടി മച്ചാ വെയിറ്റ് ചെയ്യാൻ മച്ചാനെ. ഇങ്ങനെ പറന്നോട്ട് പോലെ. അയ്യോ, ഒരു മിനിറ്റ് മച്ചാനെ. ചെറുതായിട്ടൊരു കംപ്ലൈൻറ്റ് പറ്റി. വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി. നമ്മൾ ഡ്രിഫ്റ്റ് മോഡ് ഇട്ടില്ലേ വണ്ടി ഡ്രിഫ്റ്റ് ആയിട്ട് പോയി ഒരു കമ്പിയുമൊന്ന് തട്ടി, ചെറുതായിട്ടൊന്ന് സീനായി. നമ്മൾ നല്ല കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യണ വീഡിയോ ഉണ്ട്. എല്ലാവരും ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോ ഒക്കെ വരും ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അല്ലേ മച്ചാനെ? വീഡിയോയിലൊരു ഹായ് പറഞ്ഞു മച്ചാനെ. ഹായ് മച്ചാനെ ഏത് വഴിക്ക് പോയ? മച്ചാനെ കണ്ടുപിടിക്കാൻ മച്ചാനെ. നമുക്ക് ഏടം മച്ചാനെ കണ്ടുപിടിക്കാം. ഞാൻ അങ്ങോട്ട് വരാം മച്ചാനെ. വേണ്ട മച്ചാനെ, നമ്മളെ കണ്ടുപിടിക്കാം. ഞാനിപ്പോ റോട്ടിലെത്തി. ഞാൻ ഇറങ്ങി വരില്ലേ. ഇറങ്ങി വരിക. നമ്മൾ ഏടൻ മച്ചാന്റെ ഒരു കറുത്ത വണ്ടി എവിടെയോ കണ്ടോന്നൊരു സംശയം. ഞാൻ ഇറങ്ങി വരുമ്പോ കറുത്ത വണ്ടിയല്ല, വെളുത്ത വണ്ടി. മച്ചാനെ ഇങ്ങനെ തമാശ അടിയിലാട്ടോ, നമുക്ക് വിഷമാവും. അറിയാണ്ട സൗണ്ട് വന്നിട്ടാ നമ്മുടെ കൈ വീണ്ടും ചെറുതായിട്ട് വേർത്ത് തുടങ്ങി. വണ്ടി ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി. അയ്യോ മച്ചാനെ, മച്ചാനെ എന്നെ ബ്രോ എന്ന് വിളിച്ചാൽ ബ്രോ. മച്ചാനെ വാ മച്ചാനെ, നീ എന്ത് കാണിക്കണേ ബ്രോ? എന്തൊക്കെ കാണിക്കണേ ബ്രോ? എന്തോ എൻ്റെ വണ്ടി കുടുങ്ങിയത്. മച്ചാനെ എൻ്റെ വണ്ടി വരികയല്ലേ? അതല്ല ബ്രോ മച്ചാനെ, ഞാൻ പറയാം. അയ്യോ
മച്ചാനെ ഇപ്പൊ പോയനെ എന്റെ വണ്ടി പൊട്ടുന്നുണ്ട്. ബ്രോ എവിടെയാണ് ബ്രോയുടെ അന്വേഷിച്ച് ഓക്കെ മച്ചാനെ തപ്പി നമ്മൾ പോവാം കേട്ടോ. ബ്രോനെ തപ്പി ബ്രോനെ തപ്പി ഗേസ് മറ്റേ കൈ വരെയാണ് മറ്റേ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ കൈ പെട്ടെന്ന് വേർക്കാണ്, എന്താന്ന് അറിയില്ല. പറ്റി ഈ ഇടമച്ച എന്തൊക്കെയോ പറയണ്ടേ, എൻ്റെ വണ്ടിക്ക് എന്തോ പറ്റി അയ്യോ ഇപ്പൊ പോയേനെ. ഏടമച്ചാനെ നോക്കിയപ്പോ നമ്മള് കൊക്കെ പോയേനെ. ഓക്കെ ഗീസ്, നമ്മളിപ്പോ ഏടമച്ചാനെ നോക്കി ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ സ്റ്റിയറിംഗ് ഒന്നും നമ്മളിനി ഹൈഡ് ചെയ്യില്ല കേട്ടോ ഗീസ്. നമുക്കത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ മാറ്റം ചെറിയൊരു പ്രശ്നം. മച്ചാനെ നോക്കിയൊക്കെ വണ്ടി ഓടിക്കും, ഇത് എൻ്റെ വണ്ടി കുഴി പൂട്ടാ. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇപ്പൊ എൻ്റെ നെഞ്ചത്തിരുന്നതിന് വണ്ടി. നമുക്ക് നേരെ സിറ്റിയിലോട്ട് എടുത്താലും മച്ചാനെ. മച്ചാനെ നമ്മൾ ഓഫ് റോഡിങ് വീഡിയോ എടുക്കുമ്പോ എന്തിനാ മച്ചാനെ സിറ്റി പോണ? ഇപ്പൊ സമയമുണ്ടല്ലോ മച്ചാനെ. ഞാൻ റിപ്പയർ സെന്ററിൽ പോണ്ട വരും തോന്നുന്നു. എന്തിനാ കാരണം എന്റെ വണ്ടി ഇരിക്കുന്ന മച്ചാനെ നോക്കും. കൊക്കെ പോയി മച്ചാനെ. ഞാനിവിടെ കുടുങ്ങിട്ടാ. മച്ചാനെവിടെ? ഞാനിവിടെ മറ്റേ നമ്മുടെ കൊറേ കണ്ടെയ്നറോ അങ്ങനെ എന്തൊരു സ്ഥലമില്ലേ മച്ചാനെ. ബ്രോ എന്താണ് ബ്രോ ഇങ്ങനെ മച്ചാനെ ബ്രോ എന്ന് വിളിക്കും? ബ്രോ നമ്മുടെ റിപ്പയറിംഗ് സെന്ററിലില്ലേ, അങ്ങോട്ട് ബ്രോവാ. ഇപ്പൊ ഒരു മിനിറ്റ്, നമ്മുടെ വണ്ടി ചെറുതായിട്ട് ഡ്രിഫ്റ്റ് ഒക്കെ അടിക്കേണ്ടത് കൊണ്ട് ആദ്യം ഡ്രിഫ്റ്റ് മോഡ് ഓഫ് ആക്കണം. ഡ്രിഫ്റ്റ് മോഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ സ്പീഡ് കുറയും. മച്ചാനേന്ന് മച്ചാൻ തന്നെ ബ്രോ തന്നെ വിളിക്കണ്ട. എന്താണ് ബ്രോ ഇങ്ങനൊക്കെ സംസാരിക്കില്ലേ, നമുക്ക് വിഷമാവണം. അയ്യോ 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 ഇപ്പൊ പോയനല്ല ബ്രോ. എന്റെ വണ്ടി പിന്നെ ആലോചിക്കണ്ട, എന്റെ വണ്ടി തീർന്നു. എൻ്റെ വണ്ടി പിന്നെ ഓഫ് റോഡ് സാധനം തന്നെ സ്പെക്കായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? അയ്യോ എവിടെ ആക്സിലൊന്നും മറക്കണില്ലടേ. പൊന്നു പുറോ ഇതൊടുക്കത്തെ പ്രശ്നമാണ്. എന്റെ കയ്യും വേർക്കണം. അന്ന് ഞാൻ കൊണ്ടേ തന്നപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതും ബ്രോ മേടിച്ചത് തന്നെ പൊട്ട വണ്ടി. ഞാൻ എന്ത് ചെയ്യാൻ? ഈ വണ്ടിയാണെങ്കിൽ വലിയണൂലേ കയറ്റം. ശരിക്കും എനിക്ക് പണിയായെന്ന് തോന്നുന്നു. വണ്ടിയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന പ്രശ്നമല്ല, ഇപ്പൊ ബ്രോണ്ടിന്റെ പരിപാടിയാണ്. വണ്ടിക്ക് ചെറിയ കയറ്റം പോലും വണ്ടിക്ക് കയറാൻ പറ്റണില്ല. ബ്രോ ഡ്രിഫ്റ്റ് മോഡ് മാറ്റി ഓൾ വീൽ ഡ്രൈവ് നോക്കി. പിന്നെ ഡ്രിഫ്റ്റ് മോഡ് മാറ്റി ഓൾ വീലാക്കിയപ്പോ കയറി പോകണ്ടല്ല. കാട്ടിലേക്ക് ബ്രോ. ഞാൻ ഓഫ് റോഡ് കയറി വന്നെ. ബ്രോ ഇത് കാട്ടിലാണ് ബ്രോ. ഞാൻ എൻ്റെ ബ്രോ മെല്ലെ വന്നാൽ മതി, ഒരു തിരക്കില്ല. പിന്നെ എൻ്റെ വണ്ടി പിടിച്ചാൽ പോവില്ലേ, പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് പറിച്ചു കിട്ടില്ല. ബ്രോക്ക് താറില്ലേ? താറ് തിന്നൂലേ? അയ്യോ 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 ഞാൻ മല കയറുന്നുണ്ട്. ഞാൻ താറ്റ പോണേ. ഇതൊന്നും നോക്കിക്കേ. ഞാൻ ഇപ്പൊ ഒരു റിസ്റ്റ് അടിച്ചാണ് ചെറിയ ഇങ്ങോട്ട് ഞാൻ താഴെ നിൽക്കും. എവിടെയാണ് ബ്രോനെ കാണാനില്ലല്ലോ.
ബ്രോ അല്ലേ പറഞ്ഞു വരുന്നേ. നോക്കി കണ്ടൊക്കെ പാടെ കൊല്ലു എന്റെ പൊന്നെ. ഇപ്പൊ ഈ ചങ്ങായി നമ്മളെ കൊന്നേനേട്ടാ കേസ്. നമുക്ക് ഭാഗ്യമുള്ളതാണ് നമ്മുടെ അടുത്തൊരു വന്നിട്ട് വണ്ടി എങ്ങടേക്ക് മാഞ്ഞു പോയി. നമ്മുടെ വണ്ടി ഓഫ് റോഡ് വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കലി വരെ നിലത്ത് കുത്തും. നമ്മളെ വീട്ടിലുള്ളവരെ കേസ് നമുക്ക് ഓൺ വീൽ ഡ്രൈവ് ഇട്ടിട്ട് ഈ മല കയറാൻ പറ്റുമോ നോക്കാം. വെറുതെയാണ് കേസ്. നമ്മുടെ വണ്ടി ചിരിഞ്ഞു പോയി. ഞാൻ കാട്ടയൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഈ വണ്ടി വലിയ എന്തോ മല മറയ്ക്കണ വണ്ടിയാണ്. മലമലക്കണല്ല, എല്ലെന്തോ വലിയ വണ്ടിയാന്ന് വിചാരിച്ച് നമ്മുടെ വണ്ടി പറ്റിച്ച്. ഈ ഏടൻ ബ്രോ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടേക്കോ മിസ്സാവുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലാകത്ത ഈ പുള്ളി എങ്ങോട്ട് പോണേന്ന്. ഇപ്പം നമ്മുടെ വണ്ടി സുഖമായിട്ട് ഓഫ് റോഡ് കയറി പോണം. പോണു കുളികാടിമേ മച്ചി കുട്ടച്ചി. ഇപ്പം ആ പാട്ട് വന്നപ്പോൾ ഞാൻ വെറുതെ പാടിയിട്ട. എനിക്ക് പാട്ട് പാടാന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും, നിങ്ങളൊന്ന് സഹിക്കല്ല. ബ്രോ അവിടെ തന്നെ ഞാൻ കാടുമ്പളം കയറി വരാൻ താനവിടെ പറ്റുമോ? ഞാനിന്നൊരു ഭൂതം വരും. ഈ പുള്ളി എന്തൊക്കെയാണോ പ്രത്യക്ഷപ്പെടണേ? താരക്കാരനോ? ഈ പുള്ളിയുടെ വണ്ടി ഇങ്ങനെയൊക്കെ കയറി പോണ്ടല്ലോ, നമ്മുടെ മാത്രം ഇത് കയറാത്തത്. ഇത് എന്തൊരു വണ്ടിയാടാ അത്? ഈ ചങ്ങായി തന്നെ എനിക്ക് വണ്ടി കൊണ്ടതാണ്. എന്നിട്ട് ഈ പുള്ളിയുടെ വണ്ടി പുള്ളി സെറ്റാക്കി എടുത്തു. നമ്മുടെ വണ്ടി മാത്രം എന്ത് ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കണം. ചമ്മന്തിയാ പുള്ളി ശരിക്കും കളർഫുള്ള് മാത്രം ആക്കിയിട്ടില്ല. ഒരു ലംബോർഗിനിയുടെ എഞ്ചിനും വെച്ച്. ലംബോർഗിനിയുടെ എഞ്ചിനോ? താനോ കള്ളനോ? എല്ലാം അടിച്ചു മാറ്റി കൊണ്ട് പഴയ ലംബോർഗിനിയുടെ എഞ്ചിൻ എടുത്ത് വെച്ചാ. പഴയ ലംബോർഗിനിയുടെ എഞ്ചിനാ? എവിടുന്ന് കേട്ടോ പഴയ ലംബോർഗിനിയുടെ എഞ്ചിൻ? എനിക്ക് അത് എന്റെ കൂട്ടുകാരൻ പൊളിഞ്ഞുണ്ട്. എല്ലാം പൂർത്തി ചെയ്ത് ചില്ലൊക്കെ പൊട്ടി. ബ്രോ ആദ്യം റിപ്പയറിംഗ് സെന്ററിൽ പോകും, ഞാൻ അതിന് മുമ്പ് എത്തും. ഞാൻ പൊക്കോളോടോ, നീ എന്നെ പേടിപ്പിക്കല്ലേ. ഇങ്ങനെ ബ്രോ നമുക്ക് ഓഫ് റോഡ് ആയാലോ? ബ്രോ എന്റെ വണ്ടി കയറിക്കോവാ. ബ്രോയ്ക്ക് വേണമെങ്കിൽ എന്റെ വണ്ടി ഓഫ് റോഡ് പോകാൻ എടുക്കാം. വേണ്ട ബ്രോ എന്റെ വണ്ടി കയറിക്കോ. ഒരു മിനിറ്റ്, ഞാൻ ഈ വണ്ടി റിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓഫ് റോഡ് പോകാം. ബ്രോ കയറിക്കോ. വണ്ടി എടുത്തിട്ട് അപ്പൊ ഞാൻ വണ്ടി റോഡിലേക്ക് ഇടാം. ഞാൻ അവിടെ ഉണ്ട്. ബ്രോ ഏതാള്? എന്റെ വണ്ടീന്റെ കാഴ്ച കാണാനിരിക്കാനാണ് ബ്രോ അങ്ങനെ പറഞ്ഞു. ഞാൻ വണ്ടി ഓടിക്കുന്ന കാണാനിരിക്കാണ്. അല്ല, എന്റെ ഫ്രണ്ടിലേക്ക് ബ്രോ, ഫ്രണ്ടിൽ കയറിക്കോ. ഞാൻ വണ്ടി ഓടിച്ചോട്ടെ? വണ്ടി ഓടിക്കട്ടെ, വണ്ടി ഓടിച്ചോളാം ബ്രോ. നമ്മുടെ ഓടിക്കണ ബ്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ബ്രോ ആദ്യം കേറ് ബ്രോ. മച്ചാനൊന്ന് കേറ മച്ചാണ്. എവിടെ കേറിയ? ഇവിടെ തന്നോട് ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞിട്ട് താൻ പുറകെ കയറി. മീത്തല തിരിച്ചു പോയി. ബ്രോയ്ക്ക് കിട്ടും ബ്രോ, അങ്ങനെ വിഷമിക്കില്ലേ. ഓക്കെ ബ്രോ, നമുക്കെന്നാ പോയാലോ? ബ്രോ കൊല്ലാകൊണ്ടെന്ന് വിചാരിക്കല്ലോ, നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ അങ്ങനത്തെയാണ്.
കൊല്ലങ്ങളോടാ എന്തൊന്ന് ബ്രോ ഒന്ന് കാൽപ്പൊളിക്കല്ലേ ബ്രോ, നമ്മളിങ്ങനൊക്കെയാണ് എക്സ്പീരിയൻസ് ഡ്രൈവറാണ്. ഇവനെന്നെ കൊല്ലാൻ കൊണ്ടുപോയേ. താനവിടെ പോയോ? അയ്യോ ബ്രോ പേടിച്ചു പോയാ. അങ്ങനെ പേടിക്കാതെ ബ്രോ. അയ്യോ അമ്മി. ബ്രോ എവിടെയാ ബ്രോ? ഞാൻ റിപ്പയർ സെന്ററിലുണ്ട്. സെന്ററിലാ ബ്രോ. എങ്ങനെ അവിടെ എത്തിയ? എന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു ബ്രോ. ഇവിടെ നിന്ന് ഒരിക്കൽ ഇവിടെ കിടക്കാൻ പരിപാടി ഇറങ്ങിണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഒരു 1 മില്യൺ ലൈക്കെങ്കിലും തരിക, അല്ലെങ്കിൽ ഒരു 100K എങ്കിലും തരിക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചക്കൻ വന്നിട്ടുണ്ട്. ആ ചക്കനെ വിളിക്കാനായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഈ ഇടബച്ചൻ എന്നെ കൊല്ലും. ഓക്കെ ഗൈസ്, ബൈ.